ഗോൾ ബ്ലാഡർ സ്റ്റോൺസ് അല്ലെങ്കിൽ പിത്തസഞ്ചിയിൽ കല്ലുകളായിട്ട് വരുന്ന പേഷ്യൻസിൻ്റെ ഒരു വെരി കോമൺ ഡൗട്ടാണ് ഈ കല്ലുകൾ മാത്രമായിട്ട് എടുത്ത് മാറ്റാൻ പറ്റില്ലേ, പിത്തസഞ്ചി മൊത്തത്തിൽ എടുത്ത് മാറ്റേണ്ട കാര്യമുണ്ടോ? പിത്തസഞ്ചിയിൽ കല്ല് വരാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഐദർ പിത്തസഞ്ചിയിലെ കോൺട്രാക്ഷൻ കുറയുമ്പോൾ അല്ലെങ്കിൽ ആ പിത്തമുണ്ടാവുന്ന ബൈൽ കെമിസ്ട്രിയിൽ എന്തെങ്കിലും ഇംബാലൻസ് വരുമ്പോഴാണ് ഈ കല്ലുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ കല്ല് മാത്രം എടുത്ത് കളഞ്ഞിട്ട് പിത്തസഞ്ചി അവിടെ വെച്ചിട്ട് കാര്യമില്ല, കാരണം അത് വീണ്ടും ഉണ്ടാവും. പണ്ട് അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, പൊടിച്ച് കളയുക, കരിച്ച് കളയുക, അങ്ങനെയൊക്കെ. പക്ഷെ അതിൽ വലിയ ബെനിഫിറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോഴത്തെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ചോയ്സ് ആണ് കീഹോൾ വഴി പിത്തസഞ്ചി എടുത്ത് മാറ്റുക എന്നുള്ളത്. അപ്പോൾ ഗോൾ ബ്ലാഡർ നമ്മൾ ബോഡിയിൽ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നുള്ളതാണ്. പിത്തം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവറാണ്, പിത്തസഞ്ചി അതിനെ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ പിത്തസഞ്ചി അതിനെ എടുത്ത് മാറ്റിയാലും ലിവറിൽ നിന്ന് പിത്തം, ബാക്കി കണക്ഷൻസ് എല്ലാം അവിടെ ഉണ്ടല്ലോ, അപ്പം അതുവഴി കുടലിലേക്ക് പിത്തം പോയിക്കോളും. അങ്ങനെ ഡൈജഷൻ കംപ്ലീറ്റ് ആയിട്ട് നടന്നോളും. പിത്തസഞ്ചി മാറ്റിയതിന് ശേഷവും അങ്ങനെ മേജർ ഫുഡ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. കുറച്ച് നാളത്തേക്ക് ഫാറ്റി ഫുഡ്സ് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ സജസ്റ്റ് ചെയ്യും. അതായത് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഫുഡ്സ് ഒക്കെ കുറച്ച് ദിവസങ്ങളിലേക്കൊന്ന് അവോയ്ഡ് ചെയ്തിട്ട് പതുക്കെ ഡയറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് മാറ്റാം. ഒരു ലോങ് ടേം ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട കാര്യമില്ല. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. Lakshmi Hospital, the trusted family hospital.